ശരി, തുടങ്ങാം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പറ. ഭൂമിയുടെ ഘടന. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലമാണ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ പറയാം. എ കാമ്പ്, ബി ഭൂവൽക്കം, 3 അസ്തനോസ്ഫിയർ, ഡി അഗ്നി പർവ്വത ജന്യശില. ഏതാണ്? അസ്തനോസ്ഫിയർ. ക്വസ്റ്റ്യൻ ഏതാണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവ്യം, അതായത് മാഗ്മ അല്ലേ, അവിടെ പ്രഭവ കേന്ദ്രം എവിടെയാണ്? അസ്തനോസ്ഫിയർ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനോട് പറയട്ടാ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ്. ഓപ്ഷൻ പറയട്ടാ. ഇരുമ്പ് നിക്കൽ, സിലിക്കൺ അലുമിനിയം, ഓക്സിജൻ ഹൈഡ്രജൻ, കാൽസ്യം മഗ്നീഷ്യം. ഇരുമ്പ് നിക്കൽ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങളാണ് ഏതൊക്കെ? ഇരുമ്പ് നിക്കൽ. ഓക്കെ. ഈ ഭൂമിയുടെ ഉള്ളറയെ 3 തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. 1 ഭൂവൽക്കം, നമുക്കറിയാലോ, പറഞ്ഞോ. 1 ഭൂവൽക്കം, 2 മാന്റില്, 3 കാമ്പ്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഒന്നുകൂടെ പറ. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഭൂവൽക്കം, രണ്ടാമത്തെ മാന്റില്, മൂന്നാമത്തെ കാമ്പ്. ഈ ഭൂവൽക്കത്തിനെയും മാന്റിലിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് ഒരു വര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തമ്മിൽ വര ഇട്ടിട്ടില്ല, ഒരു സാങ്കല്പിക വര. ഇത് തമ്മിൽ വേർതിരിക്കുന്നത് ഒരു വിച്ഛിന്നത അല്ല. മോഹോറോവിസിക് വിച്ഛിന്നത. മോഹോറോവിസിക് വിച്ഛിന്നത. ഒന്നുകൂടെ പറഞ്ഞു നോക്കേ. വിച്ഛിന്നത. ഒന്നുകൂടെ പറ. മോഹോറോവിസിക് വിച്ഛിന്നത. വിച്ഛിന്നത എന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂറ്റി കേട്ടോ, ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഭൂമിയുടെ ഉള്ളറ എത്രയായിട്ട് തിരിച്ച്? നമ്മൾ 3 തിരിച്ച്. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഈ ഭൂവൽക്കത്തെ മാന്റിലിനെ വേർതിരിക്കുന്ന അതിർവരമ്പാണ് ഏത്? മോഹോറോവിക് വിച്ഛിന്നത. ഇനി മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. എന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഏതിനെയൊക്കെ വേർതിരിക്കും? മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് ഏത്? ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഓക്കെ. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ ഭാഗമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തെ 2 തിരിക്കാം. അതായത് 2 ഭാഗങ്ങള് ഉണ്ട്. ഒന്ന് സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും. ഏതൊക്കെയാണ്? സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കം. ആദ്യം നമ്മൾ പറയുന്ന വൻകര ഭൂവൽക്കം, അതിന് SiAl, സിയാൽ എന്നറിയപ്പെടും കേട്ടോ. സിയാൽ അല്ലെ. അപ്പൊ ഏതൊക്കെ ലോഹങ്ങളാ? സിലിക്കനും Al അലുമിനിയം. സിലിക്കനും അലുമിനിയം കൂടുതലുള്ളതുകൊണ്ടാണ് വൻകര ഭൂവൽക്കത്തിന് സിയാൽ എന്നറിയപ്പെടുന്നത് അല്ലെ. അടുത്ത് പറഞ്ഞ സമുദ്ര ഭൂവൽക്കം സിമ, SiMa, സിമ. ഏതൊക്കെയായിരിക്കും അപ്പം? സിലിക്കനും മഗ്നീഷ്യം. സിലിക്കനും മഗ്നീഷ്യം. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വൻകര ഭൂവൽക്കത്തിനെയും സമുദ്ര ഭൂവൽക്കത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ കോൺറാഡ്. ഏതാണ്? കോൺറാഡ്. അപ്പൊ കോൺറാഡ് എന്താണ്? വൻകര ഭൂവൽക്കത്തിനെയും സമുദ്ര ഭൂവൽക്കത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് കോൺറാഡ്. അപ്പൊ ഭൂമിയുടെ ഉള്ളറയെ 3 തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഈ ഭൂവൽക്കത്തെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മോഹോറോവിസിക് വിച്ഛിന്നത. മാന്റിലിനെയും കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഭൂവൽക്കത്തിന് തന്നെ 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കം. ഇതിനെ തമ്മിൽ വേർതിരിക്കുന്നത് കോൺറാഡ് അല്ലേ. ഇനി ഭൂവൽക്കത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാളിയാണ് ഏത്? ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള താരതമ്യേന നേർത്ത പാളിയാണ് ഏത്? ഭൂവൽക്കം. ഏകദേശം 40 കിലോമീറ്റർ കനം. ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? 40. ആവറേജ് ആണ് പറയുന്നത് കേട്ടോ, ആവറേജ് കേട്ടോ. 2 ഭാഗങ്ങളിൽ ധ്രുവപ്രദേശവും ഭൂമധ്യരേഖ പ്രദേശം, ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. ഇതിന്റെ ആവറേജ് ആണ് എത്രയെന്ന് പറയുന്നത്? 40 കിലോമീറ്റർ. ഭൂമധ്യ പർവ്വത പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങളും ഇതിന്റെ ആവറേജ് ഒക്കെ എടുത്താണ് എത്രയെന്ന് പറയുന്നത്? 40 കിലോമീറ്റർ കനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പൊ നമ്മള് ഭൂവൽക്കത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഭൂവൽക്കത്തെ എത്രയായിട്ട് തിരിച്ചു? അപ്പൊ അടുത്ത ഭാഗം ഏതാ? മാന്റില്. മാന്റില് ഏതാണ്? മാന്റിൽ. ഈ മാന്റിലിനെ എത്രയായിട്ട് തിരിക്കും? 2 തിരിക്കും. ഓക്കെ. ഉപരി മാന്റിൽ എന്നും അധോ മാന്റിൽ എന്നും, അതായത് അപ്പർ മാന്റിൽ എന്നും ലോവർ മാന്റിൽ എന്നും. എന്താണ്? അപ്പർ മാന്റിൽ എന്നും ലോവർ മാന്റിൽ എന്നും. ഓക്കെ. ഈ അപ്പർ മാന്റിലിനെയും ലോവർ മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പ്
റിപ്പിറ്റി. ഏതാണ് റിപ്പിറ്റി? REPITA, റിപ്പിറ്റി. അപ്പർ മാൻഡിലിനെയും അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് റിപ്പിറ്റി. ഈ അപ്പർ മാൻഡില് ഖരാവസ്ഥയിലായിരിക്കും. ഓക്കെ. എന്നാൽ അധോ മാൻഡിൽ, ലോവർ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രാവകാവസ്ഥ. ഇതിലെവിടെയാണ് സിലിക്കൺ സംയുക്തങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? അപ്പർ മാൻഡിലാണ്. ഏതാണ്? അപ്പർ മാൻഡിൽ. അപ്പൊ അപ്പർ മാൻഡിലിന്റെ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു, സിലിക്കൺ സംയുക്തങ്ങൾ കാണപ്പെടുന്നു. ലോവർ മാൻഡിലാണെങ്കിൽ അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. നമ്മൾ ഭൂവൽക്കം പറഞ്ഞല്ലോ, ഏതവസ്ഥയിലാ? ഖരാവസ്ഥയിൽ അല്ലെ. അതിന് തൊട്ട് താഴെയാണ് പറഞ്ഞ അപ്പർ മാൻഡിൽ വരുന്ന അല്ലെ. അത് ഏതൊരവസ്ഥ? ഖരാവസ്ഥ. അതിന് തൊട്ട് താഴെ പറഞ്ഞ ലോവർ മാൻഡിൽ ഏത് അവസ്ഥ? അർദ്ധ ദ്രാവക അവസ്ഥ അല്ലേ. ഇനി നോക്കിയോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഭൂവൽക്കവും അപ്പർ മാൻഡിലും കൂടിച്ചേരുന്ന ഭാഗം ലിത്തോസ്ഫിയർ. ഏതാണ്? ലിത്തോസ്ഫിയർ. നമ്മുടെ ഭൂവൽക്കവും മാൻഡിലിന്റെ അപ്പർ മാൻഡിലും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് ഏത്? ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെയുള്ള ഭാഗം അസ്തനോസ്ഫിയർ. ഏതാണ്? അസ്തനോസ്ഫിയർ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, പ്രീവിയസ്. എന്താ പറഞ്ഞത്? ലാർവയുടെ പ്രഭാവ കേന്ദ്രമാണ് ഏത്? അസ്തനോസ്ഫിയർ. അപ്പൊ ഭൂവൽക്കത്തിനും അപ്പർ മാൻഡിലും കൂടിച്ചേർന്ന ഭാഗമാണ് ഏത്? ലിത്തോസ്ഫിയർ. ഒന്നുകൂടെ പറ. അപ്പർ മാൻഡിലും കൂടിച്ചേരുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗമാണ് ഏത്? അസ്തനോസ്ഫിയർ. ഒന്നുകൂടെ പറ. അസ്തനോസ്ഫിയർ. അപ്പൊ നമ്മള് ഭൂവൽക്കം പഠിച്ചു, മാൻഡില് പഠിച്ചു. ഭൂവൽക്കത്തെ എത്രയായി തിരിക്കും? മാൻഡിലിന് എത്രയായി തിരിക്കും? രണ്ട്. ഭൂവൽക്കത്തിന് രണ്ടായിട്ട് തിരിക്കുന്ന ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്രഭൂമി. മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കുമല്ലോ, അപ്പർ മാൻഡിലും അധോ മാൻഡിലും അല്ലേ. ഇനി ഈ വൻകര ഭൂവൽക്കത്തിനെ സമുദ്ര ഭൂവൽക്കത്തിനെ വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ കോൺട്രാഡ് അല്ലേ. അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് റിപ്പിറ്റി. ഇനി ഭൂവൽക്കവും അപ്പർ മാൻഡിലും കൂടി ചേർന്ന ഭാഗം ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെയുള്ള ഭാഗം അസ്തനോസ്ഫിയർ. ഇത്രയും ക്ലിയർ ആണ്. അടുത്ത ഭാഗത്തിലോട്ട് പോവാണ്. അടുത്തത് കാമ്പ്. ഈ കാമ്പിന് പൊതുവെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറക്കാമ്പും, രണ്ട് അകക്കാമ്പും. ഏതൊക്കെയാണ്? പുറക്കാമ്പും അകക്കാമ്പും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏത്? നമ്മുടെ മാൻഡിലിന്റെ താഴത്തെ ഭാഗം ഏത്? ലോവർ മാൻഡിൽ അല്ലേ. അത് അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്. അതിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഏത്? പുറക്കാമ്പ്, പുറത്തുള്ള കാമ്പ്. അപ്പൊ അതേത് അവസ്ഥയിലായിരിക്കും? ഉരുകിയ അവസ്ഥയിലാണ്, ദ്രാവകാവസ്ഥയിലായിരിക്കും. അപ്പൊ പുറക്കാമ്പ് ഏതവസ്ഥയിലായിരിക്കും? ദ്രാവകാവസ്ഥയിലാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അകക്കാമ്പ്. അത് ഏതവസ്ഥയിലായിരിക്കും? ഖരാവസ്ഥയില്. അപ്പൊ പുറക്കാമ്പ് ഏതവസ്ഥയില്? ദ്രാവകാവസ്ഥയില്. അകക്കാമ്പ് ഏതവസ്ഥയില്? ഖരാവസ്ഥയില്. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള ഭാഗമാണ് ഏത്? കാമ്പ്. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള ഭാഗമാണ് ഏത്? കാമ്പ് എന്ന് പറയണത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് ലേമാൻ. LEHMANN. ഓക്കെ, ലേമാൻ. എന്താ പറഞ്ഞേ? എന്തിനെ തമ്മിൽ? പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ലേമാൻ. ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ചോദിക്കാം. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് 4000 അല്ല 40,000 കിലോമീറ്റർ. എത്രയാണ്? 40,000 കിലോമീറ്റർ. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് വടക്ക് തന്നെ 3000 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ആലോചിച്ചാൽ മതി. ഭൂമിയുടെ ശരാശരി അല്ലെ, അല്ല, ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? 40,000 കിലോമീറ്റർ. ഭൂമിയുടെ ഭ്രമണ വേഗം പറയാമോ? 1680 കിലോമീറ്റർ പെർ അവർ. ഭൂമിയുടെ ഭ്രമണ വേഗം എത്രയാണ്? 1680 കിലോമീറ്റർ പെർ അവർ. ഭൂമിയുടെ പരിക്രമണ വേഗത പറ. 0.8 സെക്കൻഡ്. കിലോമീറ്റർ പെർ സെക്കൻഡ്. 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പരിക്രമണ വേഗതയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ എന്താ പാലായന പ്രവേഗം?
ഭൂമിയുടെ ആകർഷണത്തെ വിട്ട് സഞ്ചരിക്കാൻ വേണ്ട ഒരു വസ്തുവിന്റെ വേഗതയാണ് ഏത്? പാലായന പ്രവേഗം. എന്താ ഈ പരിക്രമണം എന്ന് പറഞ്ഞ? ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ് പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിനെ എന്തെന്ന് പറയാം? ഭ്രമണം പറയും. തിരിഞ്ഞുപോലെ ഭ്രമണം, പരിക്രമണം, പാലായന പ്രവേഗം. ഭൂമിയുടെ ആകൃതിയെ ഒരു പേര് പറയുമല്ലോ, ജിയോയിഡ്. എന്താണ്? ജിയോയിഡ്. ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം, അതായത് ഭൂമധ്യരേഖ പ്രദേശത്തെ ഭൂമിയുടെ വ്യാസം 12756 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്തെ വ്യാസം 12756 കിലോമീറ്റർ. അപ്പൊ ധ്രുവീയ പ്രദേശത്തെ വ്യാസം കൂടെ പഠിക്കാം. ഭൂമിയുടെ ധ്രുവീയ വ്യാസം എത്രയാണ്? കൂടുതലായിരിക്കും, കുറവായിരിക്കും? കുറവായിരിക്കും. അത് നമുക്കറിയാം. 12714 കിലോമീറ്റർ. എത്രയാണ്? 12714 കിലോമീറ്റർ. അപ്പൊ ഭൂമധ്യരേഖ പ്രദേശത്തെ വ്യാസം 12756 കിലോമീറ്റർ. ധ്രുവീയ പ്രദേശത്തെ വ്യാസം 12714 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ലംബത്തിലെ ചരിവ് അറിയാം, 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ലംബത്തിലെ ചരിവ് ചോദിച്ചാൽ 23.5 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലെ ചരിവ് 66.5 ഡിഗ്രി. 66.5 ഡിഗ്രി. എന്താ ചോദ്യം? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലെ ചരിവ്. ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കട്ടെ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 365 കാൽ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും വേണം. ഒന്ന് പറഞ്ഞു നോക്കിയേ. 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും. എല്ലാരും കൂടെ പറ. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കേണാ? അപ്പൊ ഭൂമിയുടെ ഉള്ളറ എത്രയായിട്ട് തിരിക്കാം? ഏതൊക്കെയാണ്? ഭൂവൽക്കം, മാന്റില്, ക്യാമ്പ്. ഭൂവൽക്കത്തെ എത്രയായിട്ട് തിരിക്കാം? 2 ഏതൊക്കെയാ? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. മാന്റിലിനെ ഏതൊക്കെയാ? അപ്പർ മാന്റിലിനെയും ലോവർ മാന്റിലെന്ന്. കാമ്പിനെ പുറക്കാമ്പും അകക്കാമ്പും അല്ലെ? ഈ വൻകര ഭൂവൽക്കത്തിനെയും സമുദ്ര ഭൂവൽക്കത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് കോൺറാഡ്. ഏതാണ്? കോൺറാഡ്. ഓക്കെ. ഇനി അപ്പർ മാന്റിലിനെയും ലോവർ മാന്റിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റി അല്ലെ? ഇനി അടുത്ത് അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ. ക്ലിയർ ആണല്ലോ? അടുത്ത് ഭൂവൽക്കത്തിലെ ഭൂവൽക്കത്തിന്റെയും മാന്റിലിന്റെയും അതിർവരമ്പ് മൊഹറോവിസിക് വിച്ഛിന്നത. മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അപ്പൊ നമ്മള് പഠിച്ചു അല്ലേ? ഭൂമിയുടെ ആകൃതി പറ. ജിയോയിഡ്. പരിക്രമണ വേഗത 29.8 കിലോമീറ്റർ. ഭൂമിയുടെ ചുറ്റളവ് 40,000 കിലോമീറ്റർ. ഭൂമിയുടെ അച്ചുതണ്ടിലെ പരിക്രമണത്തിലെ ചരിവ് അച്ചുതണ്ട് പരിക്രമണം. അച്ചുതണ്ടിലെ പരിക്രമണം 66 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ലംബത്തിലെ ചരിവാണ് 23. പരിക്രമണം വരുമ്പോൾ ആരും ഓർക്കണം? സൂര്യന് ചുറ്റുന്നത് ഓർക്കണം. ആ ചരിവ് ഓർക്കണം. 66 ഡിഗ്രി അല്ലേ? അപ്പൊ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം കൃത്യമായി പറ. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കെ. ഇനി നമ്മൾ ഭൂമിയെ പറഞ്ഞു. ഇനി അന്തരീക്ഷത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം. അന്തരീക്ഷത്തിലെ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏത് പാളിയാണ്? ട്രോപ്പോസ്ഫിയർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. ശരിയാണ്. ഇത് SCERT ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഈ പാളിയിൽ
165 മീറ്റർ പിന്നിടുമ്പോൾ 1 ഡിഗ്രി വെച്ച് ഊഷ്മാവ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ അധിവസിക്കുന്ന പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ അല്ലേ. നമ്മൾ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? താപനില കുറയും. അത് ആലോചിച്ചാൽ മതി. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ശരിയാണോ? ശരിയാണ്. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. തെറ്റാണ് അല്ലേ. എത്രയാ? 18 കിലോമീറ്റർ വരെയാണ് വരുന്നത്. അതിലോട്ട് നമുക്ക് പോവാം. ഈ മേഖലയിലെ ആണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഈ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നോക്കിയിട്ട് ഈ 4 ഉള്ളത് തന്നെ ഓപ്ഷനിൽ നിന്ന് വെട്ടുമ്പോൾ പിന്നെ ഒരു ഉത്തരവേ വരുള്ളൂ. അപ്പോൾ 1ഉം 2ഉം എന്ന് വരും അല്ലേ. ഈ 4ാമത്തെ തെറ്റാണെന്ന് നമുക്കറിയാം. ബാക്കി 3 ഓപ്ഷനിൽ ഏതുണ്ട്? 4 എന്ന ഉത്തരം ഉണ്ട്. അപ്പോൾ അത് വരൂലെന്ന് നമുക്കറിയാം. ഓക്കെ, നോക്കിയോ. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ശരിയാ തെറ്റാ? ശരി. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് എന്ത് ചെയ്യും? ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് കാരണമായ വാതകങ്ങളെ പറയാമോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ചോദ്യം എന്താണ്? ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് കാരണമായ വാതകം. ജീവൻ നമ്മൾ ശ്വസിക്കുന്നത്, സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു സമയം. ഈ രാത്രി സമയങ്ങളിൽ സസ്യം ഏത് പുറത്തുവിടും? കാർബൺ ഡൈ ഓക്സൈഡ്. പണ്ടുള്ളവർ പറയൂലേ, ഈ വലിയ മരങ്ങളുടെ മൂട്ടിക്കിടന്ന് രാത്രി ഉറങ്ങരുതെന്ന് പറയും. അതിന്റെ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഇതുകൊണ്ടാണ് അല്ലേ. അതായത് നമ്മളൊരു റൂമിനകത്തെ കുറെ ചെടികളൊക്കെ കൊണ്ടുവച്ചിരുന്നാലേ രാത്രിയാകുമ്പോൾ നമുക്കൊരു വിമ്മിട്ടം ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി പറ. സിമ്പിളാണേ, തിരിഞ്ഞു പോകല്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, വാതകം കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. പ്രപഞ്ചത്തിലാണെങ്കിലോ ഹൈഡ്രജൻ. കത്തുന്ന വാതകം, കത്താൻ സഹായിക്കുന്നത്, കത്തലിനെ കെടുത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പിനെ അറിയപ്പെടുന്നു ഒരു രേഖയാണ് കാർമൽ രേഖ. കാർബൺ അല്ല, കാർമൽ രേഖ. ഏതാണ്? കാർമൽ രേഖ. അതായത് അന്തരീക്ഷത്തിനെയും ബഹിരാകാശത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് കാർമൽ രേഖ. അതായത് ഒരു പരിധി വരെ, എത്രയെന്ന് വെച്ചാൽ 90 കിലോമീറ്റർ വരെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കിയിട്ടുള്ളത്? അന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖല ഹോമോസ്ഫിയർ. എന്താണ്? നമ്മളെ വീടൊക്കെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട് ഹോമോസ്ഫിയർ. എത്ര കിലോമീറ്റർ വരെ? 90 കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ എന്നും അതിന് മുകളിലോട്ട് ഹെറ്ററോസ്ഫിയർ. ഏതാണ്? ഹെറ്ററോസ്ഫിയർ. അപ്പൊ അന്തരീക്ഷത്തിന് ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖലയെ അടിസ്ഥാനമാക്കി എത്രയായിട്ട് തിരിക്കും? 2ആയിട്ട് തിരിക്കും. ഏതൊക്കെയാണ്? ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയർ. ഈ ഹോമോസ്ഫിയർ എത്ര കിലോമീറ്റർ വരെ വരും? 90. അതിന് മുകളിലോട്ടാണെങ്കിൽ ഹെറ്ററോസ്ഫിയർ. ഇനി താപനിലയെ അടിസ്ഥാനമാക്കിയാണ് അന്തരീക്ഷത്തിന് എത്രയായി തിരിക്കുന്ന? 4. പ്രധാനമായും 5 കേട്ടോ. പ്രധാനമായും 4ആയിട്ട് നമ്മൾ മൊത്തത്തിൽ എത്രയായിട്ട് തിരിക്കും? 5ആയിട്ട് തിരിക്കും അല്ലെ. നമ്മൾ കോഡൊക്കെ വെച്ച് പഠിക്കുമല്ലോ, TSMT എന്ന് പഠിക്കും അല്ലേ. TSMT: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഒന്നുകൂടെ പറ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇനി അതിൽ ആദ്യത്തെ പാളിയാണ് ഏത്? ട്രോപ്പോസ്ഫിയർ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമുക്കറിയാം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, ഇതൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയും നമ്മൾ താമസിക്കുന്നത്. ശരിയാണ്, അത് നമുക്കറിയാം. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ വരെ എന്തുണ്ട്? ഉയരമുണ്ട്. ട്രോപ്പോസ്ഫിയറിന് 18 കിലോമീറ്റർ വരെ അല്ലേ. ധ്രുവീയ പ്രദേശത്ത് അത് 8 കിലോമീറ്റർ വരെയൊക്കെ, ആവറേജ് 13 കിലോമീറ്റർ എന്നൊക്കെ പറയും. എന്നാലും ഭൂമധ്യരേഖ പ്രദേശം കണക്കാക്കുമ്പോൾ 18 കിലോമീറ്റർ വരെ എന്തുണ്ട്? ഉയരം ഉണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ്, ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അത് ജെറ്റ് വിമാനമാണ് കേട്ടോ. ജെറ്റ് പ്രവാഹം എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ തണുത്ത വായു വരുന്ന, അത് നമ്മൾ SCERT ടെക്സ്റ്റിലുണ്ട്, നമ്മൾ മുമ്പ് ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ട് ഇല്ലേ. ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ അത് കാണപ്പെടുന്ന എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഇനി വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി വെച്ചാൽ ട്രോപ്പോസ്ഫിയർ. നമ്മൾ വിമാനം സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. കണക്ട് ചെയ്ത് പഠിക്കുന്ന ജെറ്റ് വിമാനങ്ങളാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ. അത് ശകലം കൂടെ മുകളിൽ ഉയർന്ന് പറക്കേണ്ടി വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ അന്തരീക്ഷ പാളി പറഞ്ഞു ട്രോപ്പോസ്ഫിയർ അല്ലേ. എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞോ? മഴ, മഞ്ഞ്, കാറ്റ്,
ഇടിമിന്നൽ എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് താപനില കുറയും. ഭൂമധ്യരേഖ പ്രദേശത്ത് എത്ര കിലോമീറ്റർ വരെ ഉയരമുണ്ട്? 18 കിലോമീറ്റർ വരെ. ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. സാധാരണയായി വിമാനങ്ങൾ പറക്കുന്നത് ഏത് പാളിയിലൂടെയാണ്? ട്രോപ്പോസ്ഫിയറിലൂടെയാണ്. അടുത്ത് സ്ട്രാറ്റോസ്ഫിയർ. കേട്ടോ, ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസ്. അത് നമുക്കറിയാം. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചാണ് പറയണേ. ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടും. നേരത്തെ ആദ്യം പറഞ്ഞ പാളിയിൽ കുറയുന്നു, ഇവിടെ എന്ത് ചെയ്യും? കൂടുന്നു. ഓക്കെ, അതായത് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു പരിധി വരെ താപനിലയിൽ എന്ത് ചെയ്യില്ല? വ്യത്യാസം ഉണ്ടാവില്ല. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? താപനില കൂടുന്നത്. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ജെറ്റ്, ഞാൻ പറഞ്ഞല്ലോ, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാതയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ ഒരു മേഘം കാണപ്പെടും, അറിയോ? നാക്രിയസ് മേഘങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരം. ട്രോപ്പോസ്ഫിയർ എത്ര കിലോമീറ്റർ വരെ കാണുമെന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ. അവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരെ? 50 കിലോമീറ്റർ വരെ ഉയരം. അവിടെ നിന്നല്ല, 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഏത് കാണുന്ന? സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയർ പറഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു. അടുത്ത എം ആണല്ലേ, മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോപാസ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെ മീസോസ്ഫിയറിനെ തമ്മിൽ വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്. 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരം. ആദ്യം 18 വരെ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ, 50 വരെ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ, 50 മുതൽ 80 വരെ ഏതാണ്? മീസോസ്ഫിയർ. ഇവിടെ മേഘങ്ങളുണ്ട്. ഏത് മേഘങ്ങൾ? നോക്ടിലുസന്റ് മേഘങ്ങൾ. ഏതാണ്? നോക്ടിലുസന്റ് മേഘം. ഇതിന് വേറൊരു പേരുണ്ട്, നിശാമേഘങ്ങൾ. നോക്ടിലുസന്റ് മേഘങ്ങൾ അല്ലെങ്കിൽ നിശാമേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറയും. ആദ്യത്തെ പാളിയില് കുറയും, രണ്ടാമത്തെ പാളിയില് കൂടും, മൂന്നാമത്തെ പാളിയില് വീണ്ടും കുറയും. അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുത്ത മണ്ഡലമാണ് ഏത്? മീസോസ്ഫിയർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോവാം. അടുത്ത പാളി ഏതാ? തെർമോസ്ഫിയർ. ഏതാണ്? തെർമോസ്ഫിയർ. അതിന് മുമ്പ് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ്. അറിയാലോ, എന്താ ചോദ്യം? മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മീസോപാസ്. 80 മുതൽ ഏകദേശം 400 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. ആദ്യത്തെ 18 വരെ, പിന്നീട് 50 വരെ, പിന്നീട് 80 വരെ, 80-ന് മുകളിലോട്ട് 400 കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഓരോന്നും ഓപ്പോസിറ്റ് ആയിട്ട് വരണം. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. തെർമോസ്ഫിയറിന്റെ താഴെ ഭാഗം അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ മുകളിലുള്ള അന്തരീക്ഷ മണ്ഡലം ഏറ്റവും വെളിയിലുള്ള എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ പിന്നെന്താണ്? എക്സോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ മേഘങ്ങളൊക്കെ 2 മേഘങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ. നാക്രിയസ് മേഘങ്ങൾ എവിടെ കാണപ്പെടുന്നു? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ എവിടെ കൂടെ പോകും? സ്ട്രാറ്റോസ്ഫിയർ. എന്നാൽ ജെറ്റ് പ്രവാഹങ്ങൾ എവിടെയാണ്? വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ അല്ലേ. ഇനി നിശാമേഘങ്ങൾ അല്ലെങ്കിൽ നോക്ടിലുസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലൂടെയാണ്. അപ്പൊ മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയോ? നെഫോളജി. തിരിഞ്ഞു പോലെ നെഫ്രോളജി എന്താ? നെഫ്രോളജി അറിഞ്ഞൂടെ? കിഡ്നി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. അതാണ് നെഫോളജി. മേഘങ്ങളെ വർഗീകരിച്ച വ്യക്തിയുണ്ട്, ലുക്ക് ഹൊവാൾഡ്. ആരാണ്? ലുക്ക് ഹൊവാൾഡ്. എന്താ പറഞ്ഞത്? മേഘങ്ങളെ വർഗീകരിച്ച വ്യക്തിയാണ് ആര്? ലുക്ക് ഹൊവാൾഡ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. തൂവൽ കെട്ടുകൾ അറിയാലോ, അതായത് ഒരു പിടി തൂവൽ അല്ലെങ്കിൽ കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം സിറസ്. ചോദ്യം എന്താണ്? തൂവൽ കെട്ടുകൾ അല്ലെങ്കിൽ കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് ഏത്? സിറസ്. അപ്പൊ
ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകളോ അല്ല, പഞ്ഞിക്കെട്ടുകളോ അല്ലെ? ക്യൂമുലസ്. ചെമ്മരിയാടിന്റെ രോമം കണ്ടിട്ടുണ്ടോ? ക്യൂ പോലെയാണ് നിൽക്കണം അല്ലെ, ഇങ്ങനെ അടിങ്ങി 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 ക്യൂ പോലെ. അപ്പൊ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യൂമുലസ് മേഘങ്ങളാണ്. പാളികളായി കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ്. അതാണ് സ്ട്രാറ്റസ്. ഇങ്ങനെ നോക്കുമ്പോൾ പാളികളായിട്ട് അടുങ്ങി അടുങ്ങി കാണപ്പെടും. ആ മേഘങ്ങളാണ് സ്ട്രാറ്റസ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. ശൈത്യകാല, ഓക്കെ, തണുപ്പ് കാലത്തൊക്കെ കൂടുതലായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. അപ്പൊ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ്. ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി പറയണ്ടല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. അറിയാമോ നോക്കിയോ? ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം 5500 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഭൂമിയുടെ, നമ്മളത് പറഞ്ഞില്ലേ, ഉള്ളറയെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ഉള്ളറയെ കുറിച്ച് പഠിക്കാൻ ഏതൊക്കെ സ്രോതസ്സുകളിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും? അഗ്നിപർവ്വതങ്ങളിലൂടെ ഉണ്ടാകുന്ന ലാർവകൾ, അത് പരിശോധിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ എങ്ങനെ പഠിക്കാം? ഖനി അല്ലേ, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാം. പിന്നെ പറയാമോ? തരംഗമല്ല, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളിൽ അതിന്റെ ചലനത്തെ വിശകലനം ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കാം? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് പഠിക്കാം അല്ലെ. എങ്ങനെയൊക്കെ പഠിക്കാം? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന വസ്തുക്കളുടെ പരിശോധന. രണ്ടാമത് ഖനികൾ ശേഖരിക്കുന്ന വിവരങ്ങൾ. 3 ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം അല്ലെ. നമ്മൾ ഭൂമിയുടെ ഏറ്റവും അകത്തുള്ള ഭാഗത്തെ പറഞ്ഞത് കാമ്പ് അല്ലെ. കാമ്പിന്റെ മറ്റൊരു പേര് നിഫെ. ഏതാണ്? നിഫെ. NIFE. കാമ്പിന്റെ മറ്റൊരു പേരാണ് നിഫെ. നമ്മൾ പറഞ്ഞല്ലോ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ചോദിച്ചാൽ സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ ശുദ്ധജലത്തിന്റെ pH മൂല്യം അറിയാലോ? 7. ശുദ്ധജലത്തിന്റെ pH വാല്യൂ 7. അടുത്തത് അന്തരീക്ഷത്തെ ലംബതലത്തിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായി 2ആയി തിരിച്ചിരിക്കുന്നു അല്ലേ. ലംബതലത്തിൽ ഹോമോസ്ഫിയർ എന്നും ഹെറ്ററോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു അല്ലേ. എത്ര കിലോമീറ്റർ വരെ ഹോമോസ്ഫിയർ ഉണ്ട്? 90 കിലോമീറ്റർ. അടുത്ത് യാത്രാ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ക്ലിയർ ആണോ? എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ജെറ്റ് പ്രവാഹങ്ങൾ അടുത്ത് ചോദിക്കട്ടാ. മീസോസ്ഫിയറിൽ കാണപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങൾ നമ്മൾ പറഞ്ഞത് നിശാമേഘങ്ങൾ അല്ലേ, അല്ലെങ്കിൽ നോക്ടിലുസന്റ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കേണാ? നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ 2 പോർഷൻ കവർ ചെയ്തു അല്ലേ. അടുത്ത സയൻസിലെ ഒരു ടോപ്പിക് ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഏതാ? ആറ്റം. ആറ്റത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റം കണ്ടെത്തിയത്. സിമ്പിൾ. ജോൺ ഡാൾട്ടൺ. ഈ സിമ്പിൾ ചോദ്യങ്ങളാണ് നമ്മളെ തെറ്റിക്കുന്നത്. ഓപ്ഷൻ എയിലൊക്കെ തന്നിരിക്കും, തെറ്റരുത്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ഇത് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വിളിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? പറയും. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ കൺഫ്യൂഷനാണ്. അപ്പൊ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആരാണ്? ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെ ചോദിച്ചാൽ ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്ര. എല്ലാ സ്വഭാവവും ഉണ്ട് കേട്ടോ. എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക അതും തന്മാത്ര. ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ഏതാണ്? തന്മാത്ര. ആറ്റത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? പ്രോട്ടോൺ.
ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഈ ലോഹങ്ങളുടെയൊക്കെ ചാലത നിർണ്ണയിക്കുന്ന ഘടകം ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ അടിസ്ഥാനമാക്കിയാണ് ലോഹങ്ങളുടെ ചാലത നിർണ്ണയിക്കുന്നത്. ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? അല്ലെ ഇലക്ട്രോണുകളുടെ അടിസ്ഥാനമാക്കിയാണ് രാസ സ്വഭാവങ്ങൾ കണക്കാക്കുന്നത്. ഓക്കെ, ഒരാറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയുണ്ട്, ഡി ബോർഗ്ലി. അല്ലെ, ഫുൾ പേര് പറ. ലൂയിസ് ഡി ബോർഗ്ലി. ഒന്നുകൂടെ പറ. ലൂയിസ് ഡി ബോർഗ്ലി. ഒന്നുകൂടെ പറ. എന്താണ് ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം? ഒന്നുകൂടെ പറ. ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം ആരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലി. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് അറിയോ? ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ്. ആ പേര് മറക്കോ? ഇല്ല, ഇത്തിരി പവറുള്ള പേരാണ് അല്ലേ? ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ്. ഒന്നുകൂടെ പറ. ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ്. എന്താ ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്? ഓക്കേണാ? ഇനി ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഒരാറ്റത്തില് ഓർബിറ്റുകളിലാണ് അല്ലെ? ഓർബിറ്റിന് വേറൊരു പേരും പറയല്ലോ, ഷെൽ എന്നാണ് അല്ലെ? ഓർബിറ്റില് ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്ന ഏതൊക്കെ ഷെല്ലുകൾ ഏതൊക്കെയുണ്ട്? കെ എൽ എം എൻ. ഏതൊക്കെയാണ്? കെ എൽ എം എൻ. ഒന്നുകൂടെ പറ. കെ എൽ എം എൻ ആറ്റം. അടുത്തത് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണം ചോദിച്ചാൽ തിരിഞ്ഞു പോലെ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്? തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്ര. നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലേ? തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അവഗാട്രോ. അവഗാട്രോ. മറക്കല്ലേ? ഇനി മറക്കോ? ഇല്ല. എന്താ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാട്രോ. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ് അല്ലെ? ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിൽ ആകർഷിക്കുന്ന ബലത്തിന് എന്ത് പറയും? കൊഹിഷൻ അല്ലെ? കൊഹിഷൻ. എപ്പോഴും ആകർഷിക്കുന്നതിനെ കൊഹിഷൻ. എന്നാൽ വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം അപ്പൊ ഒരേ തരം തന്മാത്രകളാണെങ്കിൽ കൊഹിഷൻ, വ്യത്യസ്ത തരം തന്മാത്രകളാണെങ്കിൽ അഡിഷൻ. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അറിയാം അല്ലേ? നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലെ ഒരുപാട് വട്ടം കേൾക്കണേണ്. ഒരു മോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണമാണ് അവഗാട്രോ നമ്പർ. അവഗാട്രോ നമ്പർ എത്രയെന്നറിയോ? 6.22 × 10⁻23. തെറ്റിപ്പോലെ. അവിടെ ഒരു മണ്ടയിൽ ഒരു മൈനസ് ഇട്ട് തന്നാൽ തീർന്നു. അവിടെ ഇരുന്ന് കുഴയും. മൈനസ് ഉണ്ടാ? ഇല്ല, പോസിറ്റീവ് സംഖ്യയാണ് കേട്ടോ. 6.02 × 10⁻23. ഒന്നുകൂടെ പറ. 6.02 × 10⁻23. അഞ്ജലി പറ. 6.022 × 10⁻23. അഭിജിത്ത് പറ. 6.022 × 10⁻23. ഓക്കെ, അപ്പൊ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? ഇലക്ട്രോൺ അല്ലെ? ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം മുന്നോട്ട് വെച്ചത് ഡി ബ്രോഗ്ലി. ഓക്കെ, ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺ സ്റ്റോയ്. ലോഹങ്ങളുടെ ചാലകതയും പദാർത്ഥത്തിന്റെ രാസ സ്വഭാവവും ഏതാണ് നിർണ്ണയിക്കുന്നത്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. എങ്ങനെ പറയും? ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത്യാവശ്യം റെയർ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടും അല്ലേ? ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പ്രോട്ടോൺ.
അപ്പം നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്തത് പോസിറ്റീവ് ചാർജ് ഉള്ളത് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ എല്ലാ സ്വഭാവം കാണിക്കുന്ന ഏറ്റവും ചെറിയ കണിക തന്മാത്ര. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക. അപ്പോൾ നമ്മൾ രസതന്ത്രത്തിലും ഒരു ഭാഗം നോക്കി അല്ലേ. രസതന്ത്രത്തിന്റെ പിതാവ് അറിയാമോ? റോബർട്ട് ബോയിൽ. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ ലാവോസിയ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ ലാവോസിയ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റോയ്. പെട്ടെന്ന് പറഞ്ഞോ. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റോയ്. ഓക്കേണാ? ഇന്നത്തെ GK വരുന്ന പോർഷങ്ങൾ, സയൻസ് വരുന്ന പോർഷങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഹായ് പറ.